രണ്ടുപേരും എപ്പോഴും കൂളാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷനിലും ഒന്നുമില്ല. കല്യാണത്തിനാണെങ്കിൽ ഇവർ ഇവിടെ ടെൻഷൻ, അവരുടെ വീട്ടിൽ ടെൻഷൻ, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എല്ലാ ടെൻഷൻ. ഞങ്ങൾക്ക് എല്ലാവരും ചോദിക്കണം ചെക്കന് പെണ്ണിന് ഫുൾ കൂൾ, ഒരു കുഴപ്പമില്ല, ചുമ്മാ എങ്ങനെയാണ്. Calling us to take its hand, taste a sweet sensation, haunting us and all our plans. When tomorrow comes, we'll be in our dreams. When tomorrow comes, ഞങ്ങൾ തമ്മിൽ ആദ്യം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിമോണിയാണ്. അതിൽ കണ്ടു, റിക്വസ്റ്റ് വന്നു, ഓക്കെ പറഞ്ഞു. ദെൻ ഫസ്റ്റ് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ലുലുവിലായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ നല്ല കൂളായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കൂളായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ എൻ്റെ ഒരു ടെൻഷൻ പറഞ്ഞു. പിന്നെ ഞാനും സംസാരിച്ചു, ഭയങ്കര ഫ്രീ ആയി. ഒറ്റ വാക്കി പറഞ്ഞ കൂളാണ്, ഒന്നിനെ കുറിച്ചൊരു ടെൻഷനും ഇല്ല. ഞാനാ പിന്നെയും ടെൻഷൻ, അവന് ഒരു പ്രശ്നമില്ല, എല്ലാം നടക്കൂടി, എല്ലാം നടക്കും. ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എനിക്ക് അതായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ട്. കാരണം നെഗറ്റീവ് എന്നൊരു സാധനം എനിക്ക് തരാറില്ല, എപ്പോഴും പോസിറ്റീവ്. ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ വേറെ റൂട്ട് ഉണ്ടാവും. നീ അങ്ങനെ വിചാരിച്ചു വലിയ തരക്കേടില്ലാണ്ട് പോകാം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായപ്പോഴാണ് എന്നാൽ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. വീട്ടിൽ പറഞ്ഞു, ഞാൻ ഫാമിലി ഇൻവോൾവ് ആയി. ദെൻ അവിടെ നിന്ന് ഒരു സ്റ്റേജ് ആയിരുന്നു, ഇവിടെ വരെ ഇപ്പം എത്തി. സ്റ്റിൽ ഒരു 6 monthsോളമായി ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തിട്ട്. എന്താ പറയുക, ഫുൾ ഹാപ്പിയാണ്, ഇതുവരെ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. ഇനിയും അങ്ങോട്ടും ഹാപ്പി ആവുന്ന തന്നെയാണ് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഞാൻ ചേച്ചിന്ന് പൊതുവെ വിളിക്കാറില്ല, എങ്കിലും ഞാൻ ചേച്ചിനെ കുറിച്ച് എന്താ പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. സോ ദ തിങ് ഈസ് ഷീസ് ഗെറ്റിംഗ് മാരീഡ്. കാരണം ഞങ്ങൾ കളിച്ച് വളർന്ന് ഇത്രയും നാൾ ഇന്നലെ വരെ നടന്നിട്ട് പെട്ടെന്നുള്ള കല്യാണം എല്ലാം പെട്ടെന്ന് ഞാൻ വന്നു, ഒരു ജസ്റ്റ് ഒരു മാസത്തിലെല്ലാം ചെയ്തു പെട്ടെന്ന്. എനിക്കത് ഇപ്പോഴും വിശ്വസനീയമായിട്ടില്ല. പക്ഷേ കല്യാണമാണ്, ഇതിങ്ങനെയാണല്ലോ, ഷുഡ് ഹാപ്പൻ. അവളും ഇത് എൻജോയ് ചെയ്യും, ഞങ്ങളും എൻജോയ് ചെയ്യും. പിന്നെ ഒരു പുതിയ ഫാമിലി, എല്ലാവരും കൂടി ജോയിൻ ചെയ്തൊരു ബിഗ് ഫാമിലിയാണ് ആവാൻ പോകുന്നത്. ചേട്ടന് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു വൈബ് അടിപൊളി ചേട്ടനെയാണ് വേണ്ടത്. ടോണി ചേട്ടൻ ഇതുവരെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കണം, അങ്ങനെ തന്നെയാണ്. സോ നമുക്കൊരു അടിപൊളി ഫാമിലി ആയിട്ട് പോവാം. വെരി ഹാപ്പി മാരീഡ് ലൈഫ് അഹെഡ്. ചേട്ടനും വലിയൊരു വിശ്വാസ്, അവളെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നോക്കുക. അവളത്ര സ്വീറ്റാണ്. അതുപോലെ ഡാഡി കൊണ്ടുനടക്കണ പോലെ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അവൾക്ക് ഇഷ്ടം. ഞങ്ങൾക്കൊരു മോനെയും കൂടി കിട്ടുവാണ് തിരിച്ച്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. 2 പെൺപിള്ളേരാണ്, അതിലൊരു മോനെയും കൂടി ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതൊരൊറ്റ പ്രത്യേക ഒരു സന്തോഷവും സുഖവും ആത്മവിശ്വാസമൊക്കെയാണ്. എല്ലാ അനുഗ്രഹവും തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സുസ്മിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. ഞങ്ങളുടെ ഗ്യാങ്ങില് ഞങ്ങള് സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണമാണ് ഈ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര വെയിറ്റ് ചെയ്തൊരു കല്യാണമാണ് ഞങ്ങൾക്ക്. അതെ, അത് സുസ്ന കണ്ടുപിടിച്ച് ചേട്ടൻ നല്ല വൈബേഷ് ആളാണ്, വൈബുള്ള ഒരാളാണ്. ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് അങ്ങനെ ഒന്നിച്ച് പോകട്ടെ അവര്. അപ്പൊ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് സുസ്ന. All at once everything was in view.
Spinning round in a faded dress, room full of party guests. Everyone's looking at you. But is it really any wonder that there was never any other love? And is it really any wonder that there was never any other ഞങ്ങളുടെ സുസുനെ പറ്റി പറയുകയാണെങ്കിൽ അവള് അടിപൊളിയാണ് മൊത്തത്തില്. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു പയ്യനെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ, അവൾ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ 6 സിസ്റ്റേഴ്സിലെ ഫസ്റ്റ് കല്യാണം. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി മാരീഡ് ലൈഫ് സുസു ആൻഡ് ടോണി.